Hello my dear friends, welcome to our channel. ഞാൻ നിങ്ങളുടെ സുധ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്ക് പെട്ടെന്ന് പ്രഷർ കുക്കറിൽ റെഡിയാക്കാവുന്ന ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള മസാലക്കറി റെഡിയാക്കാം. ഇത് ചോറിനായാലും ചപ്പാത്തി ആയാലും പൂരി ആയാലും എല്ലാത്തിനും നല്ലൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ പൊട്ടറ്റോ മസാലക്കറി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ കാണാം. കുക്കറിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. കുക്കർ ഇപ്പോൾ നല്ലപോലെ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവണം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 3 വറ്റൽമുളക് നമുക്ക് കട്ട് ചെയ്ത് ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. അതിനുശേഷം 2 സവാള നേരിയതായിട്ട് കട്ട് ചെയ്തതാണ് നീളത്തിൽ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള ഒരു സ്ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ. എന്നിട്ട് നമുക്ക് നന്നായിട്ടിത് വഴറ്റിയെടുക്കണം. ഈ സവാള നന്നായിട്ട് വഴന്ന് കിട്ടുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കൂടുന്നത്. സവാള സ്ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഇത്രയും ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റണം. അതിൻ്റെ പച്ചച്ചവ നന്നായിട്ട് മാറണം. അതിനുശേഷം നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർക്കാം. ഇനി ഈ തക്കാളി നല്ലപോലെ സോഫ്റ്റായിട്ട് എണ്ണ തെളിയുന്നത് വരെ ചെറിയ തീയിൽ നമുക്കിത് അടച്ചു വെച്ചിട്ട് വെറുതെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. തക്കാളി നന്നായിട്ട് സോഫ്റ്റായി കഴിഞ്ഞു. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചച്ചവ പോകാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചച്ചവ മാറിയതിന് ശേഷം നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. 2 വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തതാണ്, അത് ചേർക്കാം. അടുത്തതായിട്ട് 1.5 കപ്പ് തേങ്ങാപ്പാലാണിത്. ഇതെടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കപ്പ് തേങ്ങയും 1 കപ്പ് വെള്ളവും കൂടെ മിക്സിയിൽ ആദ്യം അടിച്ചിട്ട് 1-ാം പാലെടുത്തു. എന്നിട്ട് പിന്നീട് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് 2-ാം പാലും കൂടി എടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണത്. അത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടപ്പിട്ട് കൊടുക്കാം. അടപ്പിട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ ഇത് കുക്ക് ചെയ്യണം. 2 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ പ്രഷർ ഒന്ന് പോയിട്ട് നമുക്ക് തുറക്കാം. അപ്പോഴത്തേക്ക് കറി റെഡി ആയിട്ടുണ്ടാവും. പ്രഷർ പോയതിന് ശേഷം നമുക്ക് തുറക്കാം. നമ്മുടെ കറി റെഡിയാണ്. ഇനി മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, വെറുതെ പറയുന്നതല്ല. എല്ലാവരും ട്രൈ ചെയ്യണം. കൂടുതൽ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.